പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 7. പ്രധാന വാർത്തകൾ. സ്രഷ്ടാവിന്റെ കാരുണ്യവർഷം കണക്കില്ലാതെ ചൊരിയുന്ന വിശുദ്ധ മാസത്തിന്റെ രാപ്പകലുകൾ കഴിയുന്നു. അവശേഷിക്കുന്ന മണിക്കൂറുകൾ പാഴാവാതെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് വിശ്വാസികൾ വലിയ പ്രതീക്ഷയിൽ കാത്തിരുന്ന പുണ്യരാവുകളെ പ്രതീക്ഷാപൂർവം വരവേൽക്കുകയാണ് വിശ്വാസികൾ. 27-ാം രാവിന്റെ പുണ്യം തേടി ശനിയാഴ്ച രാത്രിയിൽ പള്ളികളിൽ വിശ്വാസികളാൽ നിറഞ്ഞു. ഭൂമി ലോകത്തേക്ക് വിശുദ്ധ ഖുർആൻ അവതരണം ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാവാണ് ലൈലത്തുൽ ഖദർ. റമസാൻ എന്ന മാസം തന്നെ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകാനും മഹത്വമുള്ളതാകാനും കാരണം ഈ രാത്രിയാണെന്നാണ് ഇസ്ലാമിക അധ്യാപനം. ഈ രാവിന്റെ പുണ്യവും മഹത്വവും പഠിപ്പിക്കാൻ മാത്രം വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം മുഴുവനായി ഇറക്കപ്പെട്ടിട്ടുണ്ട്. റമസാനിന്റെ അവസാന 10 ഒറ്റയിട്ട രാത്രികളിൽ പ്രതീക്ഷിക്കപ്പെടാവുന്ന ആ രാത്രിയിലെ പുണ്യകർമ്മങ്ങൾക്ക് 1000 മാസങ്ങളുടെ കർമ്മങ്ങളെക്കാൾ പുണ്യമുണ്ട്. മസ്കത്ത് KMCC ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മർഹൂം KP മൊയ്തീൻ കുഞ്ഞിഹാജി അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും റൂവി KMCC ഹാളിൽ വെച്ച് നടന്നു. ഹാഷിം ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. യഹ്യ സുബൈർ അധ്യക്ഷത വഹിച്ചു. ബാദുഷാ ഉളിക്കൽ സ്വാഗതം പറഞ്ഞു. റൂവി KMCC പ്രസിഡന്റ് റഫീഖ് ശ്രീകണ്ഠപുരം ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ദാസിദ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ഇബ്ര വിലായത്തിൽ റോയൽ ഒമാൻ പോലീസ് നടത്തിയ പരിശോധനയിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിലായി. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 88 പേരെയാണ് പിടികൂടിയത്. ഇബ്ര സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ചായിരുന്നു പരിശോധന. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച നിരവധി പ്രവാസികളെ പിടികൂടിയിരുന്നു. ഏഷ്യൻ രാജ്യക്കാരുൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. പെരുന്നാൾ ദിനങ്ങൾ അടുത്തതോടെ രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ തിരക്കേറുന്നു. വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുതലാകും. ഒമാനിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രക്കാർ നേരത്തെ വിമാനത്താവളത്തിലെത്തണമെന്ന് വിമാന കമ്പനികൾ ആവശ്യപ്പെട്ടു. ട്രാവൽ ഏജന്റുമാർ യാത്രക്കാർക്കും ഇത് സംബന്ധമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സമയം ലഭിക്കുന്നതിന് ലഭ്യമായ ഇടങ്ങളിൽ ഓൺലൈൻ ചെക്ക് ഇൻ ഉപയോഗിക്കണമെന്ന് എയർലൈനുകൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. യാത്രക്കാർ 4 മണിക്കൂർ മുമ്പെങ്കിലും ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തണം. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് കൗണ്ടർ അടയ്ക്കും. വിസ റദ്ദാക്കുന്ന യാത്രക്കാരാണെങ്കിൽ ചുരുങ്ങിയത് 4 മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. ബോർഡിംഗ് ഗേറ്റിൽ 30 മിനിറ്റ് മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൃത്യമായി പരിശോധിക്കും. ബാഗേജ് നിയമങ്ങളും പാലിക്കണം. അനുവദിച്ചതിൽ കൂടുതൽ ബാഗേജ് അനുവദിക്കില്ല. ഹാൻഡ് ബാഗിലും മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും വിമാന കമ്പനികൾ ആവശ്യപ്പെടുന്നു. ഒമാനിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ ജീവനക്കാർക്ക് 5 ദിവസം തുടർച്ചയായി അവധി ലഭിക്കുന്നതും യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കും. പെരുന്നാൾ അവധി തുടങ്ങുന്നതിനാൽ പലരും നാട്ടിലേക്ക് പോകാനും ആഘോഷം വിദേശത്താക്കാനും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വിദേശയാത്ര നടത്താൻ പലരും ഇത്തവണ വിമാനം കയറുകയാണ്. ഏപ്രിൽ 9 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ കനത്ത തിരക്കുണ്ടാകും. പരിശോധനകളും സുരക്ഷാ നടപടിക്രമങ്ങളും കാരണം ചെക്ക് ഇൻ ചെയ്യുമ്പോൾ വർദ്ധിച്ച കാത്തിരിപ്പ് സമയം പ്രതീക്ഷിക്കുന്നു. മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ഇടവകയിലെ യുവജന പ്രസ്ഥാനത്തിന്റെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങളുടെയും അംഗത്വ വിതരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു. റൂവി സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ കുർബാനാനന്തരം നടന്ന ചടങ്ങിൽ അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്ത ഭദ്രദീപം തെളിയിച്ചാണ് പുതിയ വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് ഈ വർഷത്തെ അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം ജാബ്സൺ വർഗീസിന് നൽകി തിരുമേനി നിർവഹിച്ചു. തുടർന്ന് മഹാ ഇടവക കോംപ്ലക്സിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ വർഗീസ് ടിജുവൈപ്പിന്റെ അധ്യക്ഷത വഹിച്ചു. ഇൻകാസ് ഇബ്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും സ്വദേശികളും ഉൾപ്പെടെ 500ഓളം പേർ പങ്കെടുത്തു. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും വിശ്വാസത്തിലൂന്നി മനസ്സും ശരീരവും സ്വയം സമർപ്പിക്കുന്ന നാളുകളിൽ വ്രതാനുഷ്ഠാനത്തിൻ്റെ ആത്മീയ ഉണർവിനൊപ്പം പാരസ്പര്യത്തിൻ്റെ മാധുര്യം പങ്കുവെക്കുവാൻ മാനവികതയുടെ ഒത്തുചേരലിന് സാധിക്കുമെന്ന് നൗഫൽ അൻവരി അഭിപ്രായപ്പെട്ടു. ഉപാധികളില്ലാത്ത സാഹോദര്യമാണ് മാനവികതയെ കൂടുതൽ സുന്ദരമാക്കുന്നതെന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ആക്ടിംഗ് പ്രസിഡന്റ് രാജശേഖരൻ ചേർത്തല പറഞ്ഞു. പ്രകൃതിയോട് ചേർന്നുള്ള നോമ്പുതുറകൾ പതിവ് കാഴ്ചയാണ്.
സ്വദേശികളും പ്രവാസികളുമെല്ലാം കായൽക്കരയിലും പർവ്വതനിരയിലും ഈന്തപ്പനത്തോട്ടങ്ങളിലും തുടങ്ങി പുരാതന കെട്ടിടങ്ങളോട് ചേർന്നുവരെ ഇഫ്താർ വേദികളാക്കുന്നത് കാണാം. എന്നാൽ ഇത്തരം ഇഫ്താറുകളുടെ പുതിയ ട്രെൻഡിംഗ് സ്പോട്ടാണ് വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ഇബ്രി വിലായത്തിൽ സ്ഥിതി ചെയ്യുന്ന വാദി ഖാഫിഫ. നിരവധി ചെറുസംഘങ്ങളാണ് ഇവിടെ ദിനംപ്രതി എത്തുന്നത്. വീടിന് പുറത്തുള്ള ഇത്തരം ഇഫ്താറുകൾക്ക് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടെയാണ് കൂടുതൽ പ്രചാരം ലഭിച്ചത്. നാട്ടുകാർ ഒരുമിച്ച് ചേർന്നും ചെറുസംഘങ്ങളായും ഇത്തരം സമൂഹ ഇഫ്താറുകളുടെ ഭാഗമാകുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ കയറി നഗരങ്ങളെയും ഗ്രാമങ്ങളെയും സന്ധ്യാവെട്ടത്തിൽ കണ്ടുകൊണ്ടുള്ള ഇഫ്താർ പ്രത്യേക അനുഭൂതി സമ്മാനിക്കുകയാണ് ഇവർക്ക്. ഷർക്കിയ ഗവർണറേറ്റിൽ വെയർഹൌസിന് തീപിടിച്ചു. ഇബ്ര വിലായത്തിലാണ് സംഭവം. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു. അഗ്നിശമന സേനാംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. വലിയ നാശനഷ്ടം കണക്കാക്കുന്നു. തീപിടുത്ത അപകട സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ചെറിയ പെരുന്നാളിന്റെ മുന്നോടിയായി കശാപ്പുശാലകളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കി നഗരസഭകൾ. കശാപ്പുകാരുടെ എണ്ണം വർദ്ധിപ്പിച്ചും അറവുശാലകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിച്ചും മികച്ച മുന്നൊരുക്കങ്ങളാണ് നഗരസഭ നടത്തിയിട്ടുള്ളത്. വ്യക്തികൾക്ക് അറവ് നടത്തുന്നതിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. രണ്ടാം പെരുന്നാൾ വരെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താനാകും. വ്യാഴാഴ്ച രാത്രി അൽ നെഹ്ദയിലെ ബഹുനില കെട്ടിടത്തിൽ തീപിടുത്തത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായതായി വിലയിരുത്തൽ. 5 പേർ ശ്വാസം മുട്ടി മരിക്കുകയും 17 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 27 പേർക്ക് നിസ്സാര പരിക്കേറ്റു. മിക്കവർക്കും വിലപിടിപ്പുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ടവറുകളുടെ ബി ബ്ലോക്കിലാണ് തീപിടുത്തം. അതേസമയം സി ബ്ലോക്കിലും ഭിത്തികൾ, മേൽത്തട്ട്, നിലകൾ എന്നിവ കാര്യമായി നശിച്ചു. ബ്ലോക്ക് എയിലെയും സിയിലെയും താഴ്ന്ന നിലകളിലെയും താമസക്കാരെ അവരുടെ ഫ്ളാറ്റുകളിലേക്ക് മടങ്ങാൻ കെട്ടിടത്തിന്റെ മാനേജ്മെന്റ് അനുവദിച്ചിട്ടുണ്ട്. ബി ബ്ലോക്കിലെ വാടകക്കാർക്ക് കേടുപാടുകൾ കാരണം അവരുടെ വീടുകളിൽ തൽക്കാലം പ്രവേശിക്കാൻ കഴിയില്ല. പല വാടകക്കാരും അപ്പാർട്ട്മെന്റുകൾ താമസയോഗ്യമായ അവസ്ഥയിലാകുന്നതുവരെ സുഹൃത്തിന്റെ വീടുകളിലേക്കോ ഹോട്ടലുകളിലേക്കോ താമസം മാറ്റിയിട്ടുണ്ട്. 17 പേർക്ക് അടിയന്തര വൈദ്യസഹായം നൽകിയതായി പോലീസ് അറിയിച്ചു. ഈദ് ഉൽ ഫിത്തർ അവധി ദിനങ്ങളിൽ വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ രാജ്യത്തെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സുസജ്ജമായി. 3 ദിവസത്തെ ഈദ് അവധി പ്രഖ്യാപിച്ചതും തുടർന്നുള്ള വാരാന്ത്യ അവധികളും കാരണം സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമെന്നാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. ഇത്തവണ 5 ദിവസം തുടർച്ചയായി അവധി ലഭിക്കുന്നതും സഞ്ചാരികൾക്ക് സന്തോഷം നൽകുന്നതാണ്. രാജ്യത്തെ നിരവധി പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വൻതോതിൽ ആളുകളെത്തും. പൗരന്മാരുടെയും പ്രവാസികളുടെയും ഒഴുക്കുണ്ടാകും. ചില കോട്ടകളുടെയും മാളുകളുടെയും മുഖം മിനുക്കുകയും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ പെരുന്നാൾ കാലം നിയന്ത്രണങ്ങളിൽ കഴിഞ്ഞിരുന്ന രാജ്യത്തെ ജനങ്ങൾ ഇത്തവണ ആഘോഷങ്ങൾക്കുള്ള മുന്നൊരുക്കത്തിലാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.